അധ്യായം 16. ഉള്ളുകൊണ്ട് സന്തോഷിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? കൊച്ചുകുട്ടികളോട് സ്വതന്ത്രമായി കളിക്കുവാനും മനസ്സറിഞ്ഞ് ചിരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കാതെ വരാറുണ്ടോ? മനസ്സിനകത്തെപ്പോഴും ഒരു മൂടിക്കെട്ടിയ അവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? ഒന്നിലും ഒരു സന്തോഷവും കിട്ടാത്ത അവസ്ഥ പലപ്പോഴും സംജാതമാകാറുണ്ടോ? പുറമേ നിങ്ങൾ ആളുകളോട് ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുവെങ്കിലും ഉള്ളിൽ അതിൻ്റെ ആനന്ദം അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടാകാറുണ്ടോ? എങ്കിൽ നിങ്ങൾ മറ്റൊരു വിലക്കിൻ്റെ അടിമയാണ്. ചെറുപ്പത്തിൽ ധാരാളമായി വിലക്ക് കിട്ടിയ കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് നന്നായി ഉണ്ടാകും. ഈ വിലക്കിൻ്റെ പേര് അരുത്, കൊച്ചുകുട്ടിയായിരിക്കരുത്, അഥവാ ഡോണ്ട് ബി എ ചൈൽഡ് എന്നാണ്. അതായത് കുട്ടിയെപ്പോലെ സന്തോഷിക്കരുത് എന്നർത്ഥം. ഈ വിലക്കിൻ്റെ മറ്റൊരു പേരാണ് അരുത്, ആനന്ദിക്കരുത്, അഥവാ ഡോണ്ട് എൻജോയ് എന്നത്. ഇത് എങ്ങനെ രൂപമെടുക്കുന്നുവെന്നത് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വന്ന ഒരച്ഛനാണ് കഥാപാത്രം. പകൽ അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോൾ മകൻ മുറിയിൽ പന്തെറിഞ്ഞു കളിക്കുന്നു. മാറിക്കിടക്കാൻ വേറെ മുറിയില്ല, പിതാവിന് ഉറങ്ങണം. കളിക്കാൻ കണ്ട നേരം പോയാട്ടടാ പുറത്ത് എന്ന് പിതാവ് പറയുകയാണെങ്കിൽ കുട്ടിയുടെ ഫൺ നഷ്ടപ്പെടും. അരുത്, സന്തോഷിക്കരുത്, ആനന്ദിക്കരുത് എന്ന സന്ദേശമാണ് കുട്ടി സ്വാംശീകരിക്കുന്നത്. ഇത് നിരന്തരമായി പല രീതിയിൽ കിട്ടുന്ന കുട്ടിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. കുട്ടിയുടെ ആനന്ദം നഷ്ടപ്പെടാത്ത രീതിയിൽ പുറത്തുപോയി കളിക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. കുട്ടി എത്തിച്ചേരാൻ സാധ്യതയുള്ള പരിണിത ഫലം ആലോചിച്ചാണ് പെരുമാറുന്നതെങ്കിൽ അത് പോസിറ്റീവായിരിക്കും. അതല്ല, നിങ്ങളുടെ അരിശം, രോഷം, തിരക്ക് മുതലായവയുടെ അടിസ്ഥാനത്തിലാണ് പെരുമാറുന്നതെങ്കിൽ അത്തരം കുട്ടികളിൽ ഇത് രൂഢമൂലമാകുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിച്ച ആളാണ് ഞാൻ എന്നതിനാൽ എനിക്ക് ആവശ്യത്തിലധികം കിട്ടിയ നെഗറ്റീവ് സ്ട്രോക്കായിരുന്നു ഇത്. അതുകൊണ്ടുതന്നെ ഈ വിലക്ക് എന്നിൽ ആദ്യകാലത്ത് വളരെ ശക്തമായിരുന്നു. പിന്നീട് ഇവയെക്കുറിച്ച് പഠിച്ച് ബോധവാനായി തുടങ്ങിയപ്പോൾ മറ്റുള്ളവരോടും കുട്ടികളോടുമൊക്കെ നന്നായി ഇടപഴകാൻ സാധിച്ചു തുടങ്ങി. അപ്പോഴും അകത്ത് ഈ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഈ വിലക്ക് പിന്നീട് പറിച്ചു കളഞ്ഞു. എനിക്കതിന് അവസരം ലഭിച്ചത് ടിഎയിലെ സ്ക്രിപ്റ്റ് അനാലിസിസും NLPയും ഒക്കെ പഠിപ്പിച്ചു തന്ന സിസ്റ്റർ കാൻഡിഡ കണ്ടത്തിലിൻ്റെ ഒരു ചോദ്യമായിരുന്നു. എൻ്റെ അകത്തുള്ള നെഗറ്റീവ് സ്ക്രിപ്റ്റുകൾ കണ്ടെത്തി പുറത്തു കൊണ്ടുവന്ന സെഷനിൽ സിസ്റ്റർ ചോദിച്ചു, മൊയ്നു, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായി അവരിലേക്ക് ഇറങ്ങിക്കളിക്കുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അവരുമായി കളിക്കുന്നത് കുട്ടികളോട് ഇങ്ങനെ കളിക്കണമല്ലോ, ഇങ്ങനെ ഇവരുമായി ഇടപെട്ട് കളിക്കുന്നില്ല എങ്കിൽ എനിക്ക് സംഭവിച്ചതുപോലെയുള്ള മാനസിക പ്രശ്നങ്ങൾ ഇവർക്കും സംഭവിക്കുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണോ? അതല്ല, നിങ്ങൾ പൂർണ്ണമായും മതിമറന്നുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് അവരുമായി ലയിക്കുകയാണോ? എൻ്റെ അകക്കണ്ണ് തുറപ്പിച്ച ഒരു ചോദ്യമായിരുന്നു ഇത്. അല്പനിമിഷം ഞാൻ എൻ്റെ അകത്തേക്ക് നോക്കി. ഞാൻ എൻ്റെ കുട്ടികളെ കളിപ്പിക്കുന്നത് വിഷ്വലൈസ് ചെയ്തു. ആ സമയത്തുള്ള എൻ്റെ വികാരത്തെ ഞാൻ വിലയിരുത്തി നോക്കി. അപ്പോൾ എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു, ആദ്യം പറഞ്ഞതാണ് ശരിയെന്ന്. അതായത് കുട്ടികൾക്ക് വേണ്ടി ഞാൻ അവരോട് കളിക്കണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. എൻ്റെ അകത്ത് ഈ വിലക്കുണ്ടായതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇത് നിങ്ങൾക്കകത്തുമുണ്ടെങ്കിൽ ഒന്നിലും ഒരു എൻജോയ്മെന്റ് കിട്ടുകയില്ല. എല്ലാം യാന്ത്രികമായിരിക്കും. നിങ്ങൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾക്കകത്ത് തത്തിക്കളിക്കില്ല. മറിച്ച് എല്ലാറ്റിലും കുറ്റവും കുറവും മാത്രമായിരിക്കും ദർശിക്കുക. ഒരു നർമ്മം പറയാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ധാരാളം നർമ്മകഥകൾ പറയും, പക്ഷേ നിങ്ങൾ അകത്ത് ചിരിക്കുകയില്ല. മറ്റുള്ളവരെ ചിരിപ്പിക്കുക മാത്രം ചെയ്യും. രണ്ടായാലും ശരി, അകത്ത് ആനന്ദമില്ലെങ്കിൽ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ജീവിതം അറുബോറനായി തോന്നും. ഞാനിതെന്തേ ഇങ്ങനെയെന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ നിരാശയും മടുപ്പും അനുഭവപ്പെടുന്നു. എന്തു തന്നെ നിങ്ങൾക്കുണ്ടെങ്കിലും ഒന്നിലും ഒരു സന്തോഷം തോന്നുകയില്ല. ഒരുതരം മുരടിപ്പായിരിക്കും എല്ലാറ്റിനോടും. ശ്രദ്ധിക്കുക, ഒട്ടും നിരാശപ്പെടാനില്ല. നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചുപിടിക്കാനുള്ള ഒന്നാന്തരം തെറാപ്പി NLPയിലുണ്ട്. 10,000-കണക്കിന് ആളുകളിൽ ഞാനത് ഇതിനകം പ്രയോഗിച്ചു കഴിഞ്ഞു. ഇരുന്ന ഇരുപ്പിൽ നിന്ന് തന്നെ സന്തോഷം അനുഭവിക്കുന്ന NLPയുടെ സന്തോഷത്തിന്റെ തെറാപ്പിയും ഇന്നർ ചൈൽഡ് ഹീലിംഗ് തെറാപ്പിയുമൊക്കെ ഉള്ളതിനാൽ സന്തോഷിക്കുക. മനുഷ്യരാശിക്ക് ഇന്ന് ഈ ആധുനിക യുഗത്തിൽ പരിഹാരമുണ്ട്. അതിനാൽ ഇവയെക്കുറിച്ച് പഠിച്ച് ബോധവാനാവുക. ഇനി ഈ വിലക്ക് രൂപപ്പെടുവാനുള്ള കാരണങ്ങൾ നോക്കാം. 1. രക്ഷിതാക്കൾ വിഷാദത്തിന് അടിമപ്പെട്ടവരാണെങ്കിൽ. 2. രക്ഷിതാക്കൾ ഈ വിലക്കിന്റെ ബലിയാടുകളാണെങ്കിൽ. 3. മൂത്ത കുട്ടിയുടെ തൊട്ടുപിറകെ മറ്റു കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ. അമ്മയ്ക്ക് മറ്റു കുഞ്ഞുങ്ങളെ കൂടുതൽ നോക്കേണ്ടി വരുന്നതിനിടയിൽ കിട്ടാൻ സാധ്യതയുള്ള നെഗറ്റീവ് സ്ട്രോക്കുകൾ മൂലം ഇത് സംഭവിക്കുന്നു. 4. കീഴെയുള്ള കുട്ടിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള നിർബന്ധ സാഹചര്യം മൂലം മൂത്ത കുട്ടിയുടെ കുട്ടിയായിരിക്കുന്ന പ്രായത്തിൽ കിട്ടേണ്ടുന്ന എൻജോയ്മെന്റ് ഒക്കെ നഷ്ടപ്പെടുന്നു. പൂമ്പാറ്റയെ പോലെ പാറിക്കളിക്കേണ്ടുന്ന ഈ പ്രായത്തിൽ വരുന്ന ഭാരം മൂലം ആവശ്യത്തിലേറെ സീരിയസ് ആയി മാറുന്നു. സുഖസന്തോഷങ്ങളിൽ ഏർപ്പെടാൻ അവസരം കിട്ടാതിരുന്ന ഇവർക്ക് കളിതമാശകളും സന്തോഷങ്ങളുമൊക്കെ അന്യമായിരിക്കും. 5.
അപൂർവം ചില രക്ഷിതാക്കൾക്ക്, കൂടുതലായും പിതാവിന്, കുട്ടിയെ ഇഷ്ടപ്പെടാത്ത അവസ്ഥ സംജാതമാകുന്നു. കുട്ടിയായതോടെ ദമ്പതികൾ എന്ന നിലയ്ക്കുള്ള അവരുടെ സ്വതന്ത്ര ജീവിതത്തിന് തടസ്സമാകുന്നതാണ് ഇതിന് കാരണം. ഇത് ബോധപൂർവം തോന്നുന്നതായിരിക്കണം എന്നില്ല. ചിലപ്പോൾ അബോധതലത്തിൽ തോന്നുന്നതുമാകാം. കുഞ്ഞിന്റെ ജന്മത്തിന് ശേഷം ഭാര്യയ്ക്ക് ഭർത്താവിനോട് പഴയതുപോലെ അടുത്തു പെരുമാറാൻ കഴിയാതിരിക്കുമ്പോൾ, പാതിരായ്ക്കും പുലർച്ചയ്ക്കുമൊക്കെ കരഞ്ഞും മറ്റും ബുദ്ധിമുട്ടിക്കുന്ന കുഞ്ഞിനോട് അറിഞ്ഞോ അറിയാതെയോ രോഷം തോന്നുന്നു. പിന്നീട് ആ പിതാവ് കുട്ടിയോട് ആ രോഷത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുമാറുമ്പോൾ ഈ വിലക്ക് അകത്ത് സംജാതമായി തുടങ്ങുന്നു. ഇത്തരത്തിലുള്ള നിരവധി സാഹചര്യങ്ങളിൽ വളർന്നവരാണ് നിങ്ങളെങ്കിൽ, പുറമേ സന്തോഷം പ്രകടിപ്പിച്ചാലും നിങ്ങളുടെ അകം സന്തോഷിക്കാൻ കഴിയാതെ മുരടിച്ചു പോയിരിക്കും. ഈ വിലക്കിന്റെ തീവ്രത കൂടുതലുള്ളവരിൽ ശാരീരികമായ പ്രായപൂർത്തി വരെ വേഗത്തിലാകുന്നുവെന്നാണ് ഗവേഷണം പറയുന്നത്. കളിതമാശകളിലൊക്കെ താല്പര്യമുണ്ടായിട്ടും എന്തോ ഒന്നിനും കഴിയുന്നില്ല, ഒന്നിലും അങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നില്ല, എന്താണെന്നറിയില്ല, ഇങ്ങനെയൊക്കെ തോന്നുന്നുവെങ്കിൽ ബന്ധുക്കളോടൊത്ത് സന്തോഷിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ആ സന്തോഷം ഉള്ളിൽ അനുഭവമായി ഉദയം കൊള്ളുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ വിലക്കിനാൽ ബുദ്ധിമുട്ടുന്ന ആളാണ്. ഇത് നിങ്ങളുടെ ജീവിത വിജയത്തെ സ്വാധീനിക്കുമെന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഒന്നിലും സന്തോഷം തോന്നാത്ത മനസ്സുമായി കഴിയുന്ന നിങ്ങൾക്ക് പുതിയ സംരംഭത്തിൽ എങ്ങനെ ഏർപ്പെടുവാൻ കഴിയും? എങ്ങനെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയും? എങ്ങനെ അവ നടപ്പിലാക്കാൻ കഴിയും? മനോസംഘർഷങ്ങൾ, മനോരോഗങ്ങൾ മുതലായ മാനസിക രോഗങ്ങളിലായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിലെ മനഃശാസ്ത്രജ്ഞന്മാർ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അവരുടെ പ്രധാന ഫോക്കസും ഗവേഷണ പരീക്ഷണങ്ങളുമൊക്കെ രോഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു. എന്നാൽ 1998 അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ അഥവാ APA നിർണായകമായ ഒരു ദൗത്യം ഏറ്റെടുത്തു. അവരുടെ മിഷൻ ഒന്നുകൂടി വികസിപ്പിച്ചു. ജീവിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്താണ് എന്നവർ അന്വേഷിച്ചു തുടങ്ങി. ഈ പുതിയ മിഷന്റെ ഭാഗമായി ഉന്നതരായ മനഃശാസ്ത്രജ്ഞരും ന്യൂറോ ശാസ്ത്രജ്ഞന്മാരും സന്തോഷകരമായി ജീവിക്കുന്നവരിൽ അതിഗഹനമായ ഗവേഷണ പഠനങ്ങൾ ആരംഭിച്ചു. അവരുടെ ശീലങ്ങളും രീതികളും ശൈലികളുമെല്ലാം പഠനവിധേയമാക്കപ്പെട്ടു. പല പുതിയ യാഥാർത്ഥ്യങ്ങളും ഗവേഷകർ കണ്ടെത്തി. ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും സന്തോഷകരമായി തീരുവാനുള്ള രഹസ്യങ്ങൾ കണ്ടെത്തപ്പെട്ടു. ഒരാൾ സന്തോഷത്തിന്റെ വൈകാരികതയിൽ അഥവാ ഇമോഷനിൽ ജീവിക്കുമ്പോൾ കൂടുതൽ സർഗാത്മകമാകുന്നു, കൂടുതൽ ആരോഗ്യവാനാകുന്നു, കൂടുതൽ വിജയിയായി തീരുന്നു എന്ന യാഥാർത്ഥ്യം അവർ വെളിച്ചത്തു കൊണ്ടുവന്നു. ബന്ധങ്ങളിലും ജോലിയിലും ലക്ഷ്യങ്ങളിലുമെല്ലാം വിജയം കണ്ടെത്താൻ സന്തോഷവാനായ വ്യക്തിക്ക് സാധിക്കുന്നുവെന്ന് APAയുടെ പഠന ഗവേഷണങ്ങൾ വ്യക്തമായും സ്ഥിരീകരിച്ചു. അതിനാൽ ബോധതലത്തിലേക്ക് വന്ന് മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കി പ്രശ്നത്തെ കണ്ടെത്തി പരിഹരിക്കുക. അപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടി വരും. പ്രവർത്തനങ്ങളിൽ ബോധപൂർവം ഇടപെടുക. സന്തോഷത്തെ അകത്തേക്ക് പ്രവേശിപ്പിച്ച് പരിശീലിക്കുക. അപ്പോൾ വിജയം നിങ്ങളെ തേടിയെത്തും, തീർച്ച. സന്തോഷം അകത്ത് പ്രവേശിപ്പിക്കുന്ന നിരവധി തെറാപ്പികൾ NLPയിലുണ്ട്. ഒരു പുസ്തകമെന്ന നിലയ്ക്ക് തെറാപ്പികൾ എഴുതി പഠിപ്പിക്കുക സാധ്യമല്ല. അവ നേർക്കുനേരെ പ്രയോഗിക്കുവാനുള്ളതാണ്. അതൊരു ഓപ്പറേഷൻ പോലെയാണ്. ഓപ്പറേഷനെക്കുറിച്ച് വായിച്ചതുകൊണ്ട് ഓപ്പറേഷൻ നടക്കാത്തതുപോലെ തെറാപ്പിയെക്കുറിച്ച് വിശദീകരിച്ചതുകൊണ്ട് തെറാപ്പി ആവുകയില്ല. ഓരോ തെറാപ്പിയും മെന്റൽ ഓപ്പറേഷനാണ്. അവ സക്സസ് വാലി നടത്തുന്ന NLP കോഴ്സുകളിൽ ഞാൻ ചെയ്തു കൊടുക്കുമ്പോഴുണ്ടാകുന്ന മാറ്റം വാക്കുകൾക്കതീതമാണ്. മനസ്സിലാക്കുക, മനുഷ്യന് ഇനി മുമ്പത്തെ പോലെ ഇഴഞ്ഞു ജീവിക്കേണ്ടതില്ല. സന്തോഷകരമായി ജീവിക്കുന്നതിനുള്ള എല്ലാ രീതികളും വഴികളും ആധുനിക മനഃശാസ്ത്ര പഠനങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു. അവയുടെ രീതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. ആ ഒരു വാർത്ത തന്നെ നമ്മെ സന്തോഷിപ്പിക്കുന്ന ഘടകമാണ്. ഇനി പ്രതിജ്ഞ. സന്തോഷത്തിന്റെയും ആന്തരിക ആനന്ദത്തിന്റെയും അതിശക്തമായ എനർജിയിലാണ് ഞാൻ ജീവിച്ചത്. എനിക്കകത്ത് ഇപ്പോഴും അവയുണ്ട്. വിജയത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ ഇവയെ ഞാൻ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. 3 വിലക്കുകളും കൂടി നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഓരോന്നായി പഠിച്ചെടുത്ത് നമുക്ക് മുന്നേറാം.